ഇത്രയും കാലവും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ഇനിയൊന്നും സംഭവിക്കണം, അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ല. എടാ ഞാൻ കൂടെ കൂടെ പറയും നിന്റെ അപ്പൂപ്പനോട്, അപ്പൂപ്പൻ തലയാട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ അവസാനം പറയുന്നത് എന്തോന്നറിയാവോ, അവർക്ക് വേണമെങ്കിൽ അവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പൊക്കോട്ടെന്ന്. പക്ഷെ വീട് അദ്ദേഹത്തിന്റെ കാലം കഴിയുന്നത് വരെ പൊളിക്കരുതെന്നാ പറയുന്നത്. ആരും പൊളിക്കേണ്ട കാര്യമില്ല, അധികം പോയത് പൊളിഞ്ഞു വീണോളൂ. കണ്ട തനി ബാലുവിന്റെ സംസാരം. അമ്മൂമ്മ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. അത് 4 സൈഡിലെയും കഴക്കോലൊക്കെ ഒരുമാതിരി ചതലടിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് വെള്ളം ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ ഏതോ ഹൈ ടെക്നോളജി കെട്ടിയോണ്ട് ഇപ്പോഴും നിൽക്കണം, അല്ലെങ്കിൽ എന്നാ പൊളിഞ്ഞു വീണാണ്. അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടമ്മാ. കാര്യമായിട്ടൊരു പുതുക്കപ്പടിയൊന്നും അവിടെ ഇതുവരെ നടന്നിട്ടൊന്നുമില്ല. അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. അത് നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ അങ്ങ് ചെയ്താൽ പോരായോ? അതെങ്ങനെയാന്നേ, അത് പൊളിക്കണ്ടെന്നും പറഞ്ഞ് 2 പേരവിടെ താമസിക്കുന്നുണ്ട്. അവർ കയ്യിൽ നിന്ന് കാശ് കൊടുക്കി ആളെ നിർത്തി അത് ശരിയാക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓ അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ താമസിക്കുമല്ലയോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വേണമെങ്കിൽ ചെയ്തോട്ടെന്ന്, അങ്ങനല്ലയോ? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. അതിന് തൊട്ട ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോകും ഇല്ലേ? അപ്പോൾ അത്രയും ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് എടുക്കാൻ എൻ്റെ കയ്യിലില്ല. നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊന്നും അല്ല ജീവിക്കണത്.